പര്യടനത്തിനിടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞു. സുഗുണം പോകരുത്. ഇവക്ക് വട്ടാണെന്ന് തോന്നുന്നു. ദേഹോദരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം BJP പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ചത്. എന്നോട് വേണ്ടായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിനെതിരെയുള്ള നടപടിയെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. ഞാൻ തമാശ പറഞ്ഞല്ല, നീ തമാശ പറഞ്ഞാണെന്ന് ആര് പറഞ്ഞു? വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത്. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. അതെ, ഒരു കാര്യം പറയാം, മിണ്ടണ്ട. ഇത് കുറച്ച് കൂടുന്നുണ്ട്. ഞങ്ങളിങ്ങനെ നടന്നങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഇളം നീല ചുരിദാറിട്ടൊരു സ്ത്രീ മുന്നിലേക്ക് വന്നു. അതിലൊന്ന് നീല നിറം. വരികയും വല്ലാതെ ഒച്ചയെടുക്കുകയും, അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതിലെ നിങ്ങൾ ആരെയും കയറ്റിവിടില്ല, കടത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നു. ഞാൻ പറയാം അണ്ണാച്ചി, വളിവിട് സോറി അണ്ണാച്ചി, വളികൾ വിടുമ്പോ ഇത് ചെയ്തിട്ടും ആ സ്ത്രീ നമ്മളെ അങ്ങോട്ട് പോകാനായിട്ട് സമ്മതിക്കുന്നില്ലായിരുന്നു. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, തൽക്കാലം ഇപ്പൊ നമ്മൾ തിരിച്ച് ഒപ്പം ഒച്ചയെടുക്കലല്ല വേണ്ടത്. തടയാൻ നിന്നാൽ ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. പക്ഷെ ഞാൻ അതിനെ അവരുടെ ഒരു വലിയ ധൈര്യമായിട്ട് കാണുന്നില്ല. അവരുടെ ഒരു സങ്കുചിതമായ മനസ്സായിട്ടോ അറിവില്ലായ്മയായിട്ടോ തൽക്കാലം കാണാനായിട്ട് ഉദ്ദേശിക്കുന്നു. രണ്ടായാലും വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെ. നീചനാണ്, പാവോടാവൻ, അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു.